അനൂസ് വെജ് ക്ലബിൻ്റെ തിരുവോണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അനൂസ് വെജ് ക്ലബിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ നേരെയാണ്. തിരുവോണം എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും അതുപോലെ തന്നെ സംഗീത വേദികളിലൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ള പ്ലേബാക്ക് സിംഗർ ചിത്ര അരുണാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. പിന്നെ ചിത്ര ചേച്ചി നമ്മളെ സംബന്ധിച്ച് വെറും ഒരു അതിഥി മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ആളാണ്. എൻ്റെ കസിനാണ്, അതായത് അമ്മയുടെ ചേച്ചിയുടെ മോള്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കളിച്ച് തിമിർത്ത് നടന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ളൊരു ഓണം എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് ആരെ വിളിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ഇൻ്റർവ്യൂ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയില്ല കേട്ടോ, ഒരു പരീക്ഷണമാണ്. അപ്പോൾ നമ്മുടെ ചിത്ര ചേച്ചി ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ സ്വാഗതം ചെയ്യണം. ചിത്രേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഒരു നോർമൽ ഇന്റർവ്യൂവിന് വന്ന പോലെ ഇരിക്കരുത് കേട്ടോ. കുറച്ചുകൂടി ഫോർമലായിട്ടിരിക്കാം. ഇന്റർവ്യൂ എടുത്ത് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കുഴപ്പമില്ല, ഇത് നമുക്ക് ചെറിയൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടാൽ മതി. ആയിക്കോട്ടെ, സമ്മതിച്ചു. അപ്പോ ഒരു കാര്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പത്തെ നമ്മുടെ കാലം ഒരു ഓണക്കാലാണെങ്കിൽ കൂടി കൊറോണ കാലാണല്ലോ. അതെ, ഈ ഓണക്കാലം, മഴക്കാലം, വിഷുക്കാലം എന്നൊക്കെ പറഞ്ഞ പോലെ കൊറോണക്കാലാണ്. ഈ കൊറോണക്കാലം ചേച്ചിയുടെ ഈ മ്യൂസിക് ഫീൽഡിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? എൻ്റെ മ്യൂസിക് ഫീൽഡ് എന്നല്ല, പൊതുവേ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലുള്ളവരെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ കൊറോണയൊക്കെ മാറി എല്ലാവരും അതായത് അവനവൻ്റെ ജോലികളിൽ ഏർപ്പെട്ട് തുടങ്ങിയാലും കലാകാരന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ എല്ലാവരും സാമ്പത്തികമായിട്ടൊന്ന് ഒരു 2 പടിയെങ്കിലും പിന്നിലേക്ക് നിൽക്കണ ഒരവസ്ഥയാണ്. അപ്പോൾ അതൊന്നുമില്ല, സ്റ്റേജ് ഷോസ് ഒന്നുമില്ല, വല്ലപ്പോഴുള്ള റെക്കോർഡിങ്ങുകളേ ഉള്ളൂ. കുറച്ചൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വിനോദം എന്നൊന്ന് പറയണ ഒരു കാര്യത്തിന് വേണ്ടി എന്തായാലും ആൾക്കാർ പൈസ മുടക്കാൻ കുറച്ചുകൂടി സമയം എന്തായാലും എടുക്കും. അപ്പോൾ ബാക്കി മേഖലകളിലുള്ള ആൾക്കാരുടെ എല്ലാം ഒന്ന് ശരിയായി വന്നാലും ഇതിന് കുറച്ചധികം സമയം എടുക്കും എന്നാണ് വിചാരിക്കണേ. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചേച്ചി എങ്ങനെയാണ് ഈ സംഗീത ലോകത്തേക്ക് എത്തിപ്പെട്ടത്? സംഗീത ലോകത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയിലെ പഠിച്ചിരുന്നു പാട്ട്. പിന്നെ അന്നൊന്നും അങ്ങനെ ഒരു പ്ലേ ബാക്ക് സിംഗിങ് അല്ലെങ്കിൽ കുട്ടിക്കാലത്തല്ല, ഇപ്പോഴും മടി തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ഒരു ജോലി ആയതുകൊണ്ട് അതെ, പ്രൊഫഷനായി എന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോൾ പിന്നെ ഇപ്പം അത് കുറേ സിൻസിയറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ പറയാൻ വയ്ക്കൂ. അല്ലാതെ പണ്ട് എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പഠിക്കാനും മടിയായിരുന്നു, പാട്ട് പഠിക്കാനും മടിയായിരുന്നു, എല്ലാറ്റിനും മടിയായിരുന്നു. നമ്മളിങ്ങനെ ഒരു 10-10 പോവുക, അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛൻ്റെ അമ്മടിയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഒരു ഗാനമേളയ്ക്ക് പാടി കാണണം, അങ്ങനെയൊക്കെയുള്ള വലിയ ആഗ്രഹമായിരുന്നു. സിനിമയെ പറ്റിയൊന്നും പിന്നെ ചിന്തിച്ചിട്ടില്ല. എന്താ വെച്ചാൽ യാദൃശ്ചികമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫീൽഡിലേക്കുള്ള വരവ് എന്ന് പറയാം. കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് സെറ്റിൽഡ് ആയതിൻ്റെ ശേഷം തന്നെയാണ് ഒരു പ്ലേ ബാക്ക് സിംഗിങ്, അങ്ങനെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആദ്യമായിട്ട് കാണുന്നതും അതേപോലെ ലൈവ് ഷോസൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണതെല്ലാം എറണാകുളത്ത് വന്നേ പിന്നെ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി എന്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും ചേച്ചിക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടും കുറച്ച് സർപ്രൈസുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കുട്ടിക്കാലത്ത് നിന്നാണല്ലോ അപ്പൊ തുടങ്ങുന്നത്. അതെ, അപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ചിത്രേ, ഹാപ്പി ഓണം. ഓണക്കാലം ഓർക്കുമ്പോ പണ്ടത്തെ കാര്യം ഓർമ്മ വരികയാണ്. നമ്മളിവിടെയൊക്കെ ഓരോ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോ വലിയവരൊക്കെ പറയും ചിത്രേ ഒരു പാട്ട് പാടും. എന്നാൽ സാധാരണ കുട്ടികള് പഠിച്ചിട്ടില്ല, എനിക്ക് അത്ര ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെ പറയും. ചിത്രയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, പറഞ്ഞ അപ്പം പാടും. എനിക്കിപ്പോൾ ഒരു ചിത്രയുടെ കുട്ടിക്കാലത്തെ ഒരു കാര്യം ഓർമ്മ വരും. ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം ചിത്രയുടെ വലിയ ചായ കൊണ്ട് കൃഷ്ണൻകുട്ടി ഷാരത്തിരിക്കുകയും. അപ്പോൾ കൃഷ്ണൻകുട്ടി ഭാഷ പറഞ്ഞു, ചിത്രയെ പോയിട്ട് രഘുവിനെ ഒന്ന് വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ചിത്ര വന്നില്ല. അതിന് പകരം മുറ്റത്ത് ഇറങ്ങിയിട്ട് രഘുട്ടപ്പൂ എന്നൊരു കൂക്കാണ് കൂക്കിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. അപ്പോൾ എൻ്റെ മാഷ് ചോദിച്ചു, രഘു നീ ചിത്രയുടെ കൂക്ക് ശ്രദ്ധിച്ചു, കേട്ടിട്ടില്ലേ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ മാഷ് പറഞ്ഞത്, എനിക്ക് ഉറപ്പാണ് ഇവിടെ പാട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഗംഭീരം. ഇത് മാഷ് പറഞ്ഞതാണ്. അപ്പോൾ മാഷ് പറഞ്ഞത് 100% ശരിയായി തോന്നില്ലേ? ഇല്ലേ ചിത്ര?
ഇത് എന്താ പറയാ, നമ്മുടെ JB ജംഗ്ഷനൊക്കെ പോലെ ഭയങ്കര സെറ്റപ്പായി അത്. അയ്യോ രഘുവേട്ടൻ പറ ചേച്ചി, എന്താ പറയാ, മറക്കാൻ പറ്റാത്ത 2 ആൾക്കാരാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കാലം തൊട്ട് കാണുന്നതാണ്. ഒരു പോയി വീണിന് വലിയ എൻ്റെ ഗായികയെ തിരിച്ചറിഞ്ഞു അത് പുതിയ. അതെ അതെ അതെ. ഗുരു അച്ഛൻ്റെ പെങ്ങളുടെ മകൾ, മൂത്ത പെങ്ങളല്ല, വേറൊരു പെങ്ങളുടെ മകളാണ്, ജ്യോതി എന്ന് പറയും. ജ്യോതി ചേച്ചിയാണ് എൻ്റെ ആദ്യത്തെ ഗുരു. ജ്യോതി ചേച്ചിയാണ് പാട്ട് പഠിപ്പിച്ചു തുടങ്ങിയത്. അയ്യോ അതുണ്ടോ? ദൈവമേ. ചിത്ര, സുഖം തന്നെയോ? ചിത്രയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ അവളുടെ സംഗീതത്തിൻ്റെ ആദ്യത്തെ ഗുരു ഞാനാണ്. പിന്നെ അന്നിങ്ങനെ അവൾക്ക് അങ്ങനെ സംഗീതത്തിൻ്റെ ഒന്നും അറിയാറായിട്ടില്ല, കുട്ടിയാണ്. അപ്പം ഇങ്ങനെ കള്ളത്തരം കാട്ടി ക്ലാസ്സിന് വരാതെ നടക്കും. എന്നാലും ഞാൻ മിരട്ടി പിടിക്കും. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അവളെ നല്ല സംഗീതത്തിൻ്റേതായിട്ടുള്ളതിൽ വളരെ ഉയരത്തിൽ അവളെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ആ ഉയർച്ചയിൽ പിന്നെ ഞാനൊരു ഗുരുവായ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അവൾ ഓരോ ഇൻ്റർവ്യൂവിനും ഓരോ ഇതിനും അവളുടെ ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞിട്ട് എന്നെ അവൾ എന്നും പറയാറുണ്ട്. അതെനിക്ക് വളരെയധികം സന്തോഷം പകരാറുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മളുടെ ശിഷ്യന്മാരിങ്ങനെ വലുതാവുമ്പോൾ അവരിങ്ങനെ നമ്മളെക്കുറിച്ച് അപ്പോഴും ഓർമ്മിക്കും, അത് നമ്മളെക്കുറിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാനവും തരുന്നൊരു വകയാണത് എന്തായാലും. അപ്പോൾ എന്നും അവൾ നല്ല ഉയരത്തിലെത്തട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ അവൾക്ക് എന്നുള്ളത് എന്നും എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ നമ്മൾ അവളുടെ കുടുംബത്തിനും അവളുടെ മക്കൾക്ക്, ഹസ്ബൻഡിന്, അവളുടെ അമ്മയ്ക്ക്, എല്ലാവർക്കും കുടുംബത്തിന് മുഴുവനും നല്ലൊരു ഓണാശംസകൾ നേരുന്നു ഞാൻ. ചിത്രയെ, എന്തൊക്കെയാ, സുഖം തന്നെയല്ലേ? അതിനോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെയധികം സന്തോഷം കേട്ടോ കണ്ടതിൽ. ജ്യോതി ചേച്ചിയൊക്കെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ. ജ്യോതി ചേച്ചിയൊക്കെ ന്യൂജനായി. ഇത് പറഞ്ഞാൽ ശരിക്കും ഒരു ഗുരു എന്നുള്ളതിനേക്കാളും ഒരു എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്കെപ്പോഴും ജ്യോതി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, നിർത്താതെ സംസാരിക്കാൻ കഴിവുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. എത്ര നേരം വേണമെങ്കിലും, അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂറുകളല്ല 24 മണിക്കൂർ കഴിഞ്ഞാലും ജ്യോതി ചേച്ചിക്ക് വർത്താനം പറയാനുണ്ടാവും. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. പിന്നെ ജ്യോതി ചേച്ചിയുടെ മകള് ജിത ചേച്ചി, ജിഷ് ചേച്ചി തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ കൂടുതൽ കളിച്ചിരിക്കുന്നതൊക്കെ ജിഷ് ചേച്ചിയുടെ ഒപ്പമാണ്. ഈ പറയണവരെ ആർക്കോ വേണ്ടി അവിടെ ക്ലാസ്സിന് പോയിരിക്കുന്നിട്ട് പാടി തുടങ്ങുമ്പോൾ കുറേ കുട്ടികളുണ്ട്, ഗ്രൂപ്പായിട്ട് അന്ന് പഠിപ്പിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പാടി തുടങ്ങുമ്പോൾ ഒരു 3 മണി 4 മണി നേരത്തെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഉറക്കം വരണ സമയമാണ്. അപ്പോൾ പോയിരുന്ന് ഇങ്ങനെ തൂങ്ങും. അപ്പോൾ എന്നിട്ട് മേലത്തെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീച്ച് കൂടെ പാട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ നല്ല ഓർമ്മകളുണ്ട് ജ്യോതി ചേച്ചിയുടെ. ഇത് കണ്ടത് ഭയങ്കര സന്തോഷമായി. ജ്യോതി ചേച്ചിയുടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ അടുത്ത ഗുരു വൃന്ദ ടീച്ചറാണല്ലോ. ടീച്ചറെ ഞാൻ വിളിച്ചിരുന്നു കേട്ടോ, പക്ഷെ ടീച്ചർക്ക് വീഡിയോ അറിയില്ല. അതുകൊണ്ട് എന്തായാലും ചിത്രോട് അന്വേഷണം പറയൂ, ഓണാശംസകൾ പറയൂ, എപ്പോഴും അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്നൊക്കെ. തീർച്ചയായിട്ടും. ടീച്ചറെന്ന് പറഞ്ഞാൽ വൃന്ദ ടീച്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പാർവതി എന്നൊക്കെ പറയുന്ന ടീച്ചറുടെ അടുത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ വൃന്ദ ടീച്ചർ ഞാൻ ടീച്ചറുടെ ശിക്ഷണത്തിൽ പഠിക്കാൻ തുടങ്ങിയ പിന്നെ ഒരുപാട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നൊരു സമയമാണ് വൃന്ദ ടീച്ചറുടെ അടുത്ത് പഠിക്കുമ്പോൾ. എനിക്കതിൽ പാട്ടിലെ ഇമ്പ്രൂവ്മെൻറ്റിനേക്കാളും ഒക്കെ ഉപരി, അതായത് ഞാൻ കോമ്പറ്റീഷനൊക്കെ പോയിട്ട് കുറേ സമ്മാനങ്ങളൊക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മയാണ്. ഹരഹരപ്രിയയിലുള്ളൊരു കീർത്തനം എന്നും അതാ പാടുക. ടീച്ചറാണത് പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ടീച്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അമ്മയുടെ പോലെയാണ്, എനിക്കൊരു അമ്മയുടെ സ്ഥാനമാണ്. കാരണം ടീച്ചർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നും ടീച്ചർ വീട്ടിലുണ്ടാക്കണ കടുമാങ്ങിയും സാമ്പാറും കൂട്ടി ഉണ്ണാതെ എന്നെ വിടുകയില്ല. വിദ്യാർത്ഥി ഗുരു അങ്ങനെ ഒരു ഇതല്ല. ടീച്ചറോട് ശരിക്കും ഒരു അമ്മയുടെ പോലെയാണ് ടീച്ചർ. ഭയങ്കര മറക്കാൻ പറ്റില്ല എനിക്ക്. അതേപോലെ ടീച്ചറുടെ മോള് താരക്കുട്ടിയാണെങ്കിലും എനിക്കൊരു കുഞ്ഞി പെങ്ങളുടെ പോലെയാണ്. ഭയങ്കര സന്തോഷം. ചേച്ചിയുടെ കുട്ടിക്കാലത്ത് ഇപ്പോഴൊന്നും വളരെ ചെറിയ കുട്ടിക്കാലത്തുള്ളൊരു തമാശ, അല്ലെങ്കിൽ ഒരു അന്ന് കുറച്ച് പേടിച്ചെങ്കിലും ഒരു തമാശയുള്ള ഒരു ഓർമ്മ ഉണ്ട്. അത് നമ്മുടെ ഒരാള് പങ്കുവെക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ആയിക്കോട്ടെ. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ.
എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. ഇപ്പോൾ കൊറോണ സീസണാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പോൾ ചിത്രയെ പറ്റി എന്തോ പറയാനാണ്, നമ്മുടെ ഒരു അനുഭവം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്ര അനുഭവം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, കുട്ടിക്കാലത്ത് 6 മാസം പ്രായമുള്ളൊക്കെ അവൾക്ക് ഒരു കോറക്സ് എന്നുള്ള മരുന്ന് കൊടുത്തിട്ട് അബോധാവസ്ഥയിലേക്ക് പോയി. പിന്നെ ഉണർന്നില്ല. പിന്നെ ഉണരാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഓടിച്ചാടി നടന്ന് അവസാനം ബേജാറായി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, മേടിച്ചു. ഞങ്ങൾ അങ്ങനെ കിട്ടിയ ഒരു കുട്ടിയാണത്. പേടിച്ച് കിട്ടിയ കുട്ടി. അന്നത്തെ കാലത്ത് 6 മാസം. അതാണ് ഇപ്പൊ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. വീണ്ടും നമസ്കാരം, ഓണാശംസ. എനിക്കറിയാത്തൊരു കഥയാണ് കേട്ടോ. പറഞ്ഞു കേട്ടിട്ടില്ലേ വല്യമ്മ? ഇത് ഞാൻ കേട്ടിട്ടില്ല തോന്നുന്നു. അമ്മ അത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് തന്നെ ഓർമ്മയില്ല തോന്നുന്നു ആ കാര്യം. ഇവിടെ അമ്മയ്ക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതെ അല്ലേ? കുട്ടിന് മരുന്ന് കൊടുക്കുമ്പോഴേ അവസാനം ചിത്രയുടെ പോലെ അതെ. അല്ല, അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറയണ്ട. കാരണം അമ്മ ഒരു കുട്ടി മതി. ഒരു ഉണ്ടായത് ഓപ്പിളാണ്. എനിക്ക് മേലെ ഒരു ചേച്ചിയുള്ളത്. അപ്പോൾ ഓപ്പിള് പെൺകുട്ടിയാണ്, ഒരു കുട്ടി. അപ്പോൾ നമുക്ക് ഒരു കുട്ടി മതി എന്ന് വിചാരിച്ചാണ്. പിന്നെ ഒരു 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് അമ്മ ഞാനിങ്ങനെ ഉണ്ടാവണം. അപ്പൊ അച്ഛനും അമ്മ ഇങ്ങനെ എങ്ങാനും ഇതൊരു ആൺകുട്ടി ആയാലോ. ഓപ്പിളെ കുറിച്ച് പറഞ്ഞതല്ലേ? അതെ അതെ അതെ. ഓപ്പിൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കാതെ. ആയിക്കോട്ടെ. ഇടി ഭയങ്കര, നിന്നെ സമ്മതിച്ചിട്ട് ഇത്രയൊക്കെ നീ ഒപ്പിച്ചെടുത്തല്ലോ. നിന്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ലപോലെ പഠിക്കണം കേട്ടോ. മെല്ലുമേ നന്നായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ വക എന്തായാലും ഓണാശംസകൾ. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ പാട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ വീട്ടിലെ 2 സൈഡും ഭയങ്കര ഇടതോർന്ന മരങ്ങളായിരുന്നില്ലേ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ നമുക്ക് ആകെ പരിഭ്രമമാവും. അപ്പം നീ പേടിച്ചിട്ടേ അമ്മയെ അവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങി. അമ്മേ എന്ന് ഉറക്കെ ആ പേടി മാറാൻ വേണ്ടിയിട്ട്. ഓർമ്മ ഉണ്ടാകുന്ന. എന്തായാലും ഓണാശംസകളൊന്നും കൂടി. ഹാപ്പി ഓണം. എന്തായാലും പൂനെയിലും ഇവിടെയായി പോയി. ഓണത്തിന് വരാൻ പറ്റാത്ത. അതെ, ഇക്കൊല്ലം കണ്ടിട്ടേ ഇല്ലേ ഞങ്ങള്. ഏപ്രിൽ വരണതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ 1 മാസം ഇവിടെ തകർക്കാറുള്ളതാണ് നാട്ടില്. അതെ, അങ്ങോട്ട് പോകാനായിരുന്നു പരിപാടി. പക്ഷെ അതെല്ലാം വെള്ളത്തിലായി കൊറോണ ആയതുകൊണ്ട്. അതെ. ആ വീഡിയോയിൽ മിസ്സായ ഒരാളുണ്ടായിരുന്നു, ശ്രദ്ധിച്ചോ? സിദ്ധു. അവൻ ചേച്ചിക്ക് വേണ്ടിട്ടൊരു ചെറിയൊരു എന്താ പറയാ സമ്മാനോ ഗിഫ്റ്റോ. അതെയോ? അതുണ്ടോ? മേമി ഹാപ്പി ഓണം. മേമിക്ക് വേണ്ടിതാ ഞാൻ 2 വരികൾ പാടിയിട്ടുണ്ട്. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാനിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണ തോണികൾ കണ്ടു. തിരുവോണത്തോണികൾ കണ്ടു. ഹാപ്പി ഓണം. അയ്യോ, ഞാൻ ആലോചിച്ചു അവനെ കണ്ടില്ലല്ലോ. 4 ആളെ വന്നുള്ളൂല്ലോ അതില്. ഇപ്പൊ സിദ്ധുവിനെ പറയാച്ചാൽ ഈ പറഞ്ഞ പോലെ ഓപ്പളുടെ ആദ്യത്തെ കുട്ടി, ഞങ്ങളുടെ വീട്ടിലുണ്ടായ ആദ്യത്തെ പേരക്കുട്ടിയാണ്. അതെ. ഇപ്പം അവൻ വളർന്ന് ഞങ്ങളുടെ അത്രയും തന്നെ വലുതായി. ഓപ്പള് പറഞ്ഞ പോലെ പണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗേറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിട്ടാണ് വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ ആ 2 സൈഡിലും ഇങ്ങനെ നിറയെ പൈനാപ്പിൾ വെച്ചിരിക്കും അച്ഛൻ. അപ്പോൾ എപ്പോഴും അവിടെ ചേരപ്പാമ്പ് ഉണ്ടാവും. ഈ പൈനാപ്പിളിൻ്റെ ഇടയിലായിട്ടാണോ എന്താണെന്നറിയില്ല, എന്തായാലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പ് ക്രോസ് ചെയ്യലുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പേടി ആ ഒരു സ്ഥലം. പക്ഷെ ഭയങ്കര ഭംഗി. ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു അതൊക്കെ പോയല്ലോ എന്നൊരു സങ്കടം. പക്ഷെ അന്ന് ഭയങ്കര പേടിയായിരുന്നു. ആ ഒരു പോർഷനൊന്ന് കിടക്കുക എന്നുള്ളതൊരു പേടിയായിരുന്നു. എന്താ വെച്ചാൽ വെളിച്ചമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ പോലെ അങ്ങനെ ലൈറ്റൊന്നും ഇല്ലല്ലോ, നാട്ടിൻപുറമല്ലേ. അപ്പോൾ അന്ന് അവിടെ അപ്പോൾ എന്താ വെച്ചാൽ അമ്മേ ഞാൻ ഇങ്ങനെ വിളിച്ചു പോയാൽ അമ്മ ഇപ്പോൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ, അങ്ങനെ എന്തോ ഒരു തോന്നലാണ് അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. ഇനി നമുക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ് ആവാം. ആയിക്കോട്ടെ. പാട്ടുകാരിയായിട്ട് പാട്ട് പാടാൻ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. നമ്മുടെ ചാനലിൽ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടേ രീതിയിലുള്ള പാട്ടേ പാടാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയക്കുമ്പോ ദയവ് ചെയ്ത് പാട്ട് ദയവ് ചെയ്തിട്ട് അത് മാത്രം ചെയ്യരുത്, പണി തരരുത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. നമുക്കിപ്പോ എനിക്ക് തോന്നുന്ന കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഒന്നും വരാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഓണക്കാലത്ത് നമ്മള് കുട്ടിക്കാലം തൊട്ടേ പാടി പഠിച്ചൊരു പാട്ട് മാവേലി നാടുവാണിയിടും കാലം. അപ്പൊ അതാകുമ്പോ ആരും എന്തായാലും കോപ്പിറൈറ്റ് കൊണ്ട് വരില്ല. അതെ. അപ്പൊ അത് പാടാം.
മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും. പോരെ? ഇനി അടുത്തത് ചേച്ചിയുടെ വളരെ പ്രിയപ്പെട്ട അതെ ഒരു കസിന്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. സൂപ്പർ. ചിത്രേ, നിന്നെ ആലോചിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം അമ്മ ആലോചിക്കട്ടോ. കുണ്ടൂരും വല്ലപ്പുഴയിലും പിന്നെ ദേവിയുടെ കൂടെ ശങ്കരമംഗലത്തും അമ്മയുടെ കൂടെ കാലമണ്ണയിലും ഒക്കെ പോയി നിന്ന ആ ദിവസങ്ങൾ എന്ത് രസമില്ലേ. കുണ്ടൂരിൽ കുമ്മാട്ടിയാവാൻ നമ്മൾ കാത്തിരിക്കും. സ്കൂള് പൂട്ടിയ ആദ്യം കുമ്മാട്ടിയാണ്. കുമ്മാട്ടി കണ്ട് നേരെ വല്ലപ്പുഴയ്ക്ക്, പിന്നെ അവിടെ കളിച്ചിട്ടും കല്ലുകൂടിയിട്ടും അമ്മയുടെ നിന്ന് തല പത്താവണ്ട എന്നുള്ള ചീത്ത കേട്ടിട്ടും ഒക്കെ അങ്ങനെ ദിവസങ്ങൾ. എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത് എന്താ അറിയോ, വല്ലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ഓർമ്മ അതൊന്ന് പറയട്ടോ. ഞങ്ങളുടെ സുപ്രു. ഞങ്ങൾ ആദ്യം പറയട്ടെ, ഞങ്ങൾ 4 പേരായിരുന്നു ഗാങ് എന്ന് പറഞ്ഞാൽ കുറേ കസിൻസ് ഉണ്ട്. ഇപ്പോൾ അമ്മു പറഞ്ഞ പോലെ കുറേ കസിൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾ അതെ അനുശ്രീ എന്ന അനുസ് വെജ് ക്ലബിൻ്റെ മുതലാളിയായ ശരിക്കും മുതലാളിയായ അനുവിനെ ഞങ്ങൾ വിളിക്കുന്നത് അമ്മു എന്നാണ്. അമ്മുക്കുട്ടിയാണ് ഞങ്ങളുടെ തലമുറയിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് അവള്. മുത്തശ്ശിക്ക് 8 മക്കളായിരുന്നു. അതെ, 8 മക്കളിൽ വേണ്ടത്ര പേരക്കുട്ടികള്. അതെ, പേരൊക്കെ എണ്ണി പറയാച്ചപ്പോൾ കിട്ടുമെന്ന് തന്നെ ഓർത്തോർത്ത് പറയണം. അപ്പം അതുകൊണ്ട് അതിലേറ്റവും ചെറുത് അമ്മുക്കുട്ടിയാണ് വേണം പറയാൻ. സുപ്രിയ, ഞാൻ, പ്രസാദ്, സുപ്രിയയുടെ അനിയൻ പ്രസാദ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏക അന്തരി, അതുപോലെ അമ്മുക്കുട്ടി. അങ്ങനെ ഞങ്ങൾ 4 പേരാണ്. അപ്പം ഞങ്ങളുടെ 4 പേരുടെയും ഒരു അതെ ശരിക്കും അതെ. അത് ഇപ്പം ആലോചിക്കുമ്പോഴാണ് അത് എത്ര രസമായിരുന്നു എന്ന് ആലോചിക്കണം. അന്ന് എങ്ങനെയാ വെച്ചാൽ ചെറിയ ഒരു 10 രൂപയ്ക്ക് എവിടുന്നെങ്കിലും കിട്ടുക. ഒരു വിഷുവിന് കിട്ടിയതും എല്ലാം കൂടി നുള്ളിപ്പെറുക്കി എന്തെങ്കിലും ഒരു 10 രൂപയൊക്കെ ഉണ്ടാവുക. അതിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ചുയിങ്കം വാങ്ങുക എന്നുള്ളതാണ്. ഞങ്ങൾ ഇവരാരും അറിയണ്ട. അപ്പോൾ ഞാൻ വല്ലപ്പോഴേക്ക് ചെല്ലാന്ന് പറയുമ്പോൾ തന്നെ അമ്മായിക്ക് ടെൻഷനാണ്, അയ്യോ ചിത്ര വരണം. അതുപോലെ അമ്മായി പണ്ടൊക്കെ, ഇന്നിപ്പോൾ അമ്മായി ഞങ്ങളുടെ കൂടെ ഇല്ല. തീർച്ചയായിട്ടും ഈ സമയത്ത് ഇപ്പം അത് പറയുമ്പോൾ ശരിക്കും അതായത് ബാക്കി അമ്മമ്മയുടെ മക്കൾ എല്ലാം പെണ്ണുങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന ഒരു പെണ്ണാണ് അമ്മായി. പക്ഷേ അമ്മായി ഒരു രീതിയിലും അമ്മായിക്ക് പക്ഷേ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേരെ വളർത്തുമ്പോൾ കൃത്യമായിട്ട് അതറിയാം. അമ്മായി ഒരുപാട് രീതിയിൽ ഞാൻ ഇറിറ്റേറ്റ്, പക്ഷേ എന്നേ വരെ അമ്മായി മുഖം കറുപ്പിച്ച് എന്നോടൊരു വാക്ക് പറയുക, ഞങ്ങളോട് ആരോടും അങ്ങനെ ഒരു മോശമായിട്ട് അല്ലെങ്കിൽ അമ്മായി ഒരു നെഗറ്റീവായിട്ട് എനിക്ക് അങ്ങനെ ഒരു ചിന്ത, ഒരു ഓർമ്മ പോലും ഇല്ല മനസ്സിൽ അമ്മായിയെക്കുറിച്ച്. അത് അപ്പോഴേ പെട്ടെന്നൊരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ ഞങ്ങളെ 4 ആളെയും കണ്ടു കഴിഞ്ഞാൽ അമ്മാവൻ അതെന്തുകൊണ്ടാണ് വിളിച്ചിരുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. അമ്മാവൻ എന്നെ കണ്ട അപ്പം ചോദിക്കും അത്തി ഇത്തി അരയാൽ പേരാൽ എന്ന് പറയും. അതിൻ്റെ പൊരുൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ സുപ്രിയ, കുട്ടൻ, അമ്മു 4 ആളെ വിളിക്കണതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയിരിക്കും എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇനി അത് അമ്മാവനെ കാണുമ്പോൾ വേണം അത് ചോദിക്കാൻ. അതെ അതെ അതെ. ചിത്രയോട് എന്തെങ്കിലും സംസാരിച്ച് ചിത്രയുടെ ആ ഉയർച്ചയിൽ നമ്മളും പങ്കാളികളാവുക എന്നുള്ളതാണ് അടിസ്ഥാനം എന്നാണ് മനസ്സിലാക്കുന്നത്. ചിത്രയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് പണ്ടൊരു 25 കൊല്ലത്തിന് മുമ്പ് ഒരു പ്രാവശ്യം ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് കുറുവട്ടൂർ ശിവക്ഷേത്രത്തിലത്തെ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു 10-25 കൊല്ലം മുമ്പ് ഒരു പ്രാവശ്യം ഭരതേട്ടനും ചിത്രയും കൂടി ഇവിടെ വരികയുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇവിടെ ആഘോഷം ഉണ്ടെന്ന് കേട്ടപ്പോൾ അയ്യോ മുണ്ടൂർ അമ്പലത്തിലും ഉണ്ടല്ലോ അന്ന് അവൾക്ക് പാട്ട് എന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യാം, മുണ്ടൂർ അമ്പലത്തിലെ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ വല്ലപ്പോഴേക്ക് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ മുണ്ടൂർ അമ്പലത്തിൽ സുമാർ 9:30 മണിക്ക് വരെ പാട്ട് കഴിഞ്ഞ് അവിടുന്ന് ബൈക്കുമ്പിൽ ഭരതേട്ടനും ചിത്രയും കൂടി വല്ലപ്പുഴ വരെ ബൈക്ക് ഓടിച്ചു വരണ്ടായി. വല്ലപ്പുഴ വരെ ബൈക്ക് ഓടിച്ചു വരിക എന്ന് പറഞ്ഞാൽ സുമാർ 60 കിലോമീറ്റർ ദൂരമാണ്. അത് കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് പാട്ട് പാടുണ്ടായി.
അന്ന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അത് പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ട് ഞാൻ തന്നെയാണ്. ആ സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ആണ് ചിത്രയും ഭരതേട്ടനും കൂടി കയറി വരുന്നത്. അങ്ങനെ വന്ന് അപ്പോൾ ഞാൻ പിന്നത്തെ പാട്ടെന്താ ചിത്രയുടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുകയാണ്, ചിത്ര എന്ന് കേൾക്കുമ്പോൾ നിങ്ങളാരും അന്തം വിടേണ്ട കാര്യമൊന്നുമില്ല, ഇത് നമ്മുടെ പാട്ടുകാരത്തി ചിത്രയൊന്നും അല്ല കേട്ടോ എന്ന് പറയണ്ടായി. ഇത് എൻ്റെ മരുമകൾ ചിത്രയാണ്, പാട്ടുകാരത്തി ചിത്രയല്ല എന്ന് അന്ന് വേദിയിൽ പറഞ്ഞൊരു ഓർമ്മ നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പം തോന്നുന്നു അന്ന് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് ഇപ്പം തോന്നുന്നു. കാരണം പാട്ടുകാരി ചിത്രയായിട്ട് മാറിക്കഴിഞ്ഞു. ഈ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചിത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അന്നവിടെ ചെറിയ കുട്ടിയാണ്, അപ്പോൾ അത്ര അധികമൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാട്ടുകാരിയായിട്ട് പ്രശസ്തിയിൽ ഉയരും എന്ന് ചിത്രയ്ക്ക് മനസ്സിൽ അന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്ന സമയത്ത് വല്ലതും അങ്ങനെ തോന്നുന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചിത്രയോട് ചോദിക്കാനുള്ളത്. ഞാൻ അഥവാ ഇതൊന്നല്ല അന്ന് വന്ന് പാടിയത് ഓർമ്മ ഉണ്ടോ അത് തന്നെ അറിയില്ല. അപ്പോൾ അന്ന് വന്ന് പാടിയ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടോ, അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടോ എന്നുള്ളതാണ് ചിത്രയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കാരണം ഞങ്ങളിപ്പോൾ ഈ നാട്ടിലെ കുറുവട്ടൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്, തറവാട്ടിലുള്ളവരാണ്. അന്ന് ചിത്രയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിട്ടുണ്ടോ ഇത്തരത്തിൽ വളർന്നിട്ടുള്ള ഒരു ഗായികയായി മാറാൻ കഴിയും, ഇനി ഭാവിയിൽ സ്വന്തം ആയിട്ട് എഴുതിയ കവിത അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള പാട്ട് സ്വന്തമായി ചിട്ടപ്പെടുത്തി സ്വന്തമായി പാടുന്നൊരവസ്ഥയിലേക്ക് ചിത്ര എത്തട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. അപ്പോൾ മുമ്പത്തെ കാര്യം ഓർമ്മ ഉണ്ടോ എന്നാണ് ചോദിക്കാറ്. അയ്യോ അതിപ്പോൾ അമ്മാവൻ പറഞ്ഞപ്പോൾ തന്നെ കേട്ടോ അത് ഓർമ്മ വന്നു. അത് മറന്നിരിക്കുകയാണ്. പാടിയിട്ടുണ്ട്, ശരിയാണ്. എന്താ വെച്ചാൽ ഈ ശിവരാത്രി അവിടെ മുണ്ടൂരും വീടിൻ്റെ അടുത്ത് ശിവൻ്റെ അമ്പലം തന്നെയാണല്ലോ. അപ്പോൾ അന്ന് അവിടെയും എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഇവിടെ മുണ്ടൂരത്തെ കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടി അന്ന് ബൈക്കിൽ പുറപ്പെട്ട് വല്ലപ്പുഴ പോയി അന്ന് പാടി എന്നുള്ളൊരു ഓർമ്മയുള്ളൂ. അപ്പോൾ അമ്മാവൻ പറഞ്ഞപ്പോഴാണ് അന്ന് എനിക്ക് എന്താ വെച്ചാൽ അങ്ങനെ പാടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ പറയണു, അതുകൊണ്ട് ഇവിടെ പാടുന്നു, അത് കഴിഞ്ഞ് അവിടെ പോയിട്ടും പാടുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ അമ്മാവൻ പറയണ പോലെ അന്ന് അങ്ങനെ ഒരു പാട്ടുകാരിയാവുന്നു അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും അന്നല്ല എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. യാദൃശ്ചികമായിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. ശരിക്കും പാട്ട് പഠിച്ചിരുന്നു, അതല്ല, പക്ഷെ എന്നാലും ഇങ്ങനൊരു ഇതൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, തീരെ വിചാരിച്ചിട്ടില്ല. സർപ്രൈസുകൾ ഭയങ്കര അത്ഭുതമായിട്ടോ ശരിക്കും. ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഞാൻ ലൈഫിൽ ചെയ്യണേ. അല്ല അങ്ങനെയല്ല, JB ജംഗ്ഷനൊക്കെ കണ്ട പോലെ ഇപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ ഒരു ഫീലാ തോന്നണം. മതി, ഉള്ളത് കൊണ്ടോണം പോലെ. അതെ. അപ്പൊ കുട്ടിക്കാലത്തെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്, എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുള്ളൂ. പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എന്താ വെച്ചാ ചേച്ചിയോട് പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറയുമ്പോ വല്യമ്മ പറയുമ്പോ ഭയങ്കര മടിയാണ്. അപ്പൊ ടേബിളിന്റെ മുകളിൽ ഇഡ്ഡലി വെക്കും, എന്നിട്ട് ഈ പാട്ട് പാടിക്കഴിഞ്ഞാ ഇഡ്ഡലി തരാന്ന് പറയും. അങ്ങനെ എന്താ പറയുക, നിർബന്ധിച്ച് പഠിപ്പിച്ചതാണ്. അതെ, അയ്യോ ഒരു സംശയമില്ല. ഭക്ഷണത്തിന്റെ പ്രലോഭനത്തിൽ മാത്രമാണ് ഞാൻ പാട്ട് പാടിയിരുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ അതൊക്കെ പക്ഷേ അധിക ദിവസമൊന്നും നീണ്ടു നിൽക്കില്ല. പക്ഷെ കോമ്പറ്റീഷനൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെയാണ്, നന്നായിട്ട് പാടിയാൽ അല്ലെങ്കിൽ നന്നായി പഠിച്ച് പാടിയ ഐസ്ക്രീം വാങ്ങി എങ്ങനെയായാലും ആ ഒരു കോമ്പറ്റീഷൻ്റെ സമയമാകുമ്പോൾ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോമ്പറ്റീഷൻ്റെ സമയമാകുമ്പോൾ എങ്ങനെയായാലും ഒരു ഇൻഫെക്ഷൻ വരും. അപ്പോൾ അതുകൊണ്ട് കോമ്പറ്റീഷൻ കഴിയാതെ ഐസ്ക്രീം വാങ്ങിത്തില്ല. എല്ലാം കഴിഞ്ഞാൽ അപ്പം ഐസ്ക്രീം കിട്ടും. അത് എത്ര എണ്ണം വേണമെങ്കിലും അച്ഛൻ വാങ്ങിത്തരും. അപ്പോൾ അന്നത്തെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം മാത്രമാണ്. അതേപോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര നിർബന്ധം കൊണ്ട് തന്നെയാണ് പഠിച്ചത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും അമ്മയും എത്രത്തോളം ആഗ്രഹിച്ചോ അതേപോലെ തന്നെ ആഗ്രഹിച്ച് എന്നെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഞാനിന്ന് എന്താ പറയുക, ഉച്ചാരണം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ എനിക്ക് അങ്ങനെ ഒരു സ്ട്രെയിൻ എടുക്കേണ്ടി വന്നിട്ടേ ഇല്ല. കാരണം അത് വലിയച്ഛൻ കുട്ടിക്കാലത്തെ കുറേ കവിതകളൊക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഉച്ചാരണത്തിൻ്റെ ഒരു പ്രശ്നം എനിക്ക് അധികം വരാറില്ല. ദൈവം സഹായിക്കും. എന്താ വെച്ചാൽ അച്ഛനൊരു എനിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ എന്താ പറയുക ടേപ്പ് റെക്കോർഡർ വാങ്ങി തന്നു. അപ്പം അച്ഛൻ്റെത് എന്താ വെച്ചാൽ ഞാൻ പഠിച്ച പാട്ടുകൾ കവിതകൾ എല്ലാം റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് അച്ഛൻ്റെ ആവശ്യം. അതിന് കുറേ കാസറ്റൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ ഞാനാണെങ്കിൽ കുഴിമടിയെത്തി എന്ന് പറഞ്ഞാലും പോരാ, മടി കണ്ടുപിടിച്ച ആളാന്ന് വേണം പറയാൻ. അപ്പോൾ എന്ത് ചെയ്താൽ അത് റെക്കോർഡ് ചെയ്യില്ല. പിന്നെ അച്ഛൻ എന്നോട് ഭയങ്കര വാത്സല്യം ആയതുകൊണ്ട് ഞാൻ അത് മുതലെടുത്ത് ജീവിക്കുന്നു. അങ്ങനെ
ഒരു ദിവസം ഭയങ്കര ദേഷ്യം വന്നിട്ട് അച്ഛൻ അടിക്കില്ല എന്നെ. അങ്ങനെ എനിക്ക് തോന്നുന്നു എന്നെ ചീത്ത പറയുള്ളൂ. അച്ഛൻ എന്നെ അങ്ങനെ അടിക്കൽ വിരളാണ്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു 3-4 വട്ടമൊക്കെ അച്ഛനെ ആകെ അടിച്ചിട്ടില്ല. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, അച്ഛനൊരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിട്ട് അടിക്കില്ല. ഞാനും അച്ഛനും കൂടി ഞങ്ങൾ തേങ്ങ പൊളിക്കുമായിരുന്നു നല്ലോണം. അതായത് ഞാനൊരു ദിവസം ഞങ്ങൾ റെക്കോർഡ് ഇട്ടത് 200 തേങ്ങയിലാണ്. അച്ഛൻ പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു 350-ൻ്റെയൊക്കെ മേലെ പൊളിച്ചു തോന്നുന്നു. ഞാനൊരു 200 തേങ്ങയാണ് ഒരു ദിവസം ഞാനും അച്ഛനും കൂടി അങ്ങനെ റെക്കോർഡ് ഇട്ടത്, ഒരു ദിവസം പൊളിച്ചത്. അപ്പം അന്ന് അതുപോലെ ജീപ്പ് പഠിപ്പിച്ചിരുന്നു, ബൈക്ക് ഓടിക്കുമായിരുന്നു. അപ്പോൾ അച്ഛനീ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടിയായി തന്നെ വളർത്തിയത് അന്ന്. അതുകൊണ്ട് അച്ഛന് ഭയങ്കര പെറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എന്നെ ചീത്ത പറയാനും വയ്യ, പക്ഷെ ഞാൻ പറഞ്ഞാലൊട്ട് കേൾക്കൂല. അങ്ങനെ ഒരു ദിവസം ഭയങ്കര അടിയൊക്കെ ചീത്ത പറയലും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രി തന്നെ ഇരുന്നിട്ട് കുറേ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു അന്ന്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. വയലിൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഈ പറയണ മാതിരി മടി കാരണം ഒന്നും അങ്ങോട്ട് പാട്ട് പിന്നെ എങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിഞ്ഞ് ഇതൊരു പ്രൊഫഷൻ ആയപ്പോൾ പിന്നെ ആരും പറയാതെ തന്നെ ഞാൻ പഠിച്ചു തുടങ്ങി. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ കോമ്പറ്റീഷൻ ആണെങ്കിലും അമ്മയാണ് കവിതകളൊക്കെ കാണാതെ വരികളൊക്കെ ബൈഹാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു കവിത എന്ന് പറയുമ്പോൾ 5 മിനിറ്റിലെ താഴെയാണ് കോമ്പറ്റീഷന് വരിക. അപ്പോൾ ഈ വരികളൊക്കെ ബൈഹാർട്ട് ചെയ്യണം. അതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ്. അതെ. അപ്പോൾ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്? അമ്മയും പറഞ്ഞിട്ടുണ്ടോ? ദൈവമേ. അവർക്ക് കുട്ടികളെ ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് പിന്നെ എറണാകുളത്ത് എത്തിപ്പോയത് അരുണിന്റെ കയ്യിൽ കിട്ടുകൊണ്ടാണ് സാഹചര്യം ഉണ്ടായത്. അച്ഛൻ്റെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു അതിനെ കുറിച്ചിട്ട്. അത് ആ വിടവ് ഭയങ്കര ഒരു ഇതായിട്ടാണ് അവളും കരുതുന്നത്, ഞാനും കരുതുന്നത്. വിടവ് അതുപോലെയാണ്. എന്തായാലും എല്ലാ പാവങ്ങളും ചെയ്യുന്നു. അതെ, അമ്മ പറയണത് സത്യമാണ്. അച്ഛൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്, അച്ഛൻ തന്നെയാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അച്ഛൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം അച്ഛൻ എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ്റെ ഒരു നിർബന്ധമില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു എന്താ പറയുക, അത് അത്ര ഒരു സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് വരുന്നു തോന്നുന്നില്ല. പല പരിപാടിക്കും ഞാൻ പാടുമ്പോൾ ഒക്കെ അച്ഛൻ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിലും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ അന്നൊക്കെ എനിക്കത് ഭയങ്കര തമാശ. ഞാൻ പറയാം തുടങ്ങി ഗംഗാപ്രവാഹം തുടങ്ങി എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മൾ അതെ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയണ പോലെ അച്ഛനില്ലാണ്ട് ആയപ്പോൾ പല സമയത്തും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് വന്നത് വലിയൊരു റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് എന്ന് പറയണത് വലിയൊരു കാര്യമാണെന്ന് എൻ്റെ ലൈഫിൽ എനിക്കും അനുഭവം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. കാരണം ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പാലക്കാട് തന്നെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിന് അരുണേണ്ട ഒരു അതെ, തീർച്ചയായിട്ടും അതെ, ആ ഒരു അതില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല. ഓർമ്മകളൊക്കെ പറഞ്ഞല്ലോ, ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. ചിത്രയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അവളെ കുട്ടിക്കാലത്ത് തന്നെ ഈ പാട്ടിനോടും കവിതകളോടും ഒക്കെ നല്ല താല്പര്യം കാണിച്ചിരുന്നു. യുവജനോത്സവങ്ങളിലൊക്കെ അവൾ ഈ കവിതാ പാരായണത്തിന് ചേരാറുണ്ട്. അതിന് അവളെ ഒരുക്കിയെടുക്കുന്നത് വല്യച്ഛനായ, അതായത് എൻ്റെ ഏട്ടൻ ആയ മുണ്ടൂർ കൃഷ്ണൻകുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കുട്ടിക്കാലത്ത് തന്നെ മലയാളം വളരെ ഭംഗിയായിട്ട് സ്ഫുടതയോടെ ഉച്ചരിക്കാൻ അവർക്ക് കഴിഞ്ഞു. ചിത്രയുടെ അച്ഛൻ, അതായത് എൻ്റെ അനിയൻ അപ്പു, അവന് വലിയ മോഹമായിരുന്നു മകളൊരു പാട്ടുകാരിയായിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ അവളെ ആ വഴിക്ക് തിരിച്ചു വിട്ടത് അവളുടെ അച്ഛൻ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അപ്പില്ല, എങ്കിലും അവളുടെ ഈ ഉയർച്ചയ്ക്ക് അവൻ്റെ അനുഗ്രഹം എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരിക്കും.
വല്യമ്മയുടെ കാര്യം പറയാച്ചാൽ ഈ പറഞ്ഞ പോലെയാണ്. അച്ഛനും അതായത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു അടുപ്പാണ് അച്ഛന് വല്യമ്മയോടുണ്ടായിരുന്നത്. തത്ത എന്നാണ് വിളിക്കുക വല്യമ്മ. അതേ പാർവതിയമ്മയുടെ 2 മക്കളെ അതേപോലെ ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ നീയെ ചേച്ചിന്നൊന്നുമല്ല വിളിക്കുക, നോക്ക നീയെ വർത്തമാനം പറയുമ്പോൾ ഒക്കെ അങ്ങനെയാണ്. പക്ഷേ തത്താന്നേ വിളിക്കുള്ളൂ. അച്ഛനും വല്യമ്മയ്ക്കും അത് ഭയങ്കര അടുപ്പായിരുന്നു വല്യച്ഛനോട്ട്. ഇപ്പോഴും വല്യമ്മ എന്ത് കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അച്ഛനോട് പറയണതിൻ്റെ നമ്മളെന്താ പറയുക, നമ്മൾ ഈശ്വരനോട് ഒരു ഇടനിലക്കാരൻ എന്നൊക്കെ പറയണ പോലെ ഞാൻ വിചാരിക്കണത് അച്ഛനോട് വല്യമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അച്ഛനിലേക്ക് എത്തുന്നൊരു വിശ്വാസം, അങ്ങനെ ഒരു തോന്നലാണ്. കാരണം അത്രയും അടുപ്പായിരുന്നു അച്ഛന് മാനസികമായിട്ട് വല്യമ്മോട് ഉണ്ടായിരുന്നു. അതെ, അയ്യോ ഭയങ്കരമായിട്ട് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോ കുറച്ചുകൂടി നമ്മുടെ കുട്ടിക്കാലം കഴിഞ്ഞൊരു കോളേജിലൊക്കെ എത്തിയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അതെ, അതുണ്ടോ? ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഓണാശംസകൾ. ലീല ചേച്ചി ഈ പാട്ടുലോകത്ത് ചിത്രേ, നിങ്ങൾ കുട്ടികളാവുമ്പോൾ ശങ്കരമംഗലത്ത് വന്ന് കൂടിയത് ഓർമ്മ ഉണ്ടോ നമുക്ക്? അങ്ങനെ ഒരു വെക്കേഷനിൽ വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു സിനിമയ്ക്ക് പോയി, സെക്കൻഡ് ഷോയിലെ രാത്രി. അപ്പം അത് കഴിഞ്ഞപ്പോൾ രവിമാൻ തീരുമാനിച്ചു ഇനി നിങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോവില്ലാന്ന് തീരുമാനിച്ചു. ആ സിനിമയുടെ പേരെന്താണെന്നും അപ്പം ഉണ്ടായ സംഭവം തമാശകൾ എന്താണെന്നും ഓർമ്മ ഉണ്ടോ? സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. മോഹൻലാലിന്റെ സിനിമയായിരുന്നു എന്നാണ്. അല്ല, മമ്മൂട്ടിയുടെ ആയിരുന്നു. പട്ടാളം കാണാനുള്ള അവിടുന്ന് ആർത്ത് കൂക്കി വിളിച്ച് ചിരിച്ച് മണ്ണ് കപ്പി രവിമാനാകെ പ്രാന്തായി. രവിമാനാകെ അതെന്താ വെച്ചാൽ രവിമാൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മാഷ്. അത് ഞങ്ങൾ എൻജോയ് ചെയ്തതാണ് കേട്ടോ സത്യത്തില്. പണ്ട് കുട്ടിക്കാലത്ത് ചേച്ചിക്ക് വണ്ടിയിൽ ഭയങ്കര ക്രേസ് ആയിരുന്നു എന്ന് ചേച്ചിനെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് 1-2 പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ. ഹലോ ചിത്രേ, അപ്പം ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ നിൻ്റെ പണ്ടത്തെ ആ ഒരു ഇതുണ്ടായിരുന്നു, അതായത് വലിയ വലിയ വണ്ടികളോടുള്ള കമ്പം അതിപ്പോഴും ഉണ്ട്. നിനക്ക് ഇപ്പോഴും ട്രാക്ടറും ഈ ട്രക്കും ഒക്കെ കാണുമ്പോൾ ഓടിക്കാൻ തോന്നുന്നു. ചിത്രയുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്ര എന്ന ആൺകുട്ടിയുടെ കുട്ടിക്കാലമാണ്. എന്ന് വെച്ചാൽ അവൾ ആൺകുട്ടികളെ പോലെ ആയിരുന്നു. ബൈക്ക് ഓടിക്കുന്നതിനൊക്കെ ക്രേസ് ആയിരുന്നു. ബൈക്ക്, സ്കൂട്ടർ, ജീപ്പ് ഓടിക്കുമായിരുന്നു, കാറ്, JCB വരെ ഓടിച്ചിട്ടുണ്ടാവും. ഹൈവേ ലൈസൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴേക്കും അവൾ പാട്ടും പഠിച്ചിട്ടുണ്ട്. കവിതകൾ ചൊല്ലി പാട്ടൊക്കെ പാടി. അപ്പോൾ എന്തായാലും ഇപ്പോൾ പക്ഷെ വണ്ടിയുടെ ക്രേസ് സമയമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ചിത്ര എങ്ങനെയാ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ ക്രേസ് ഇപ്പോഴും ഉണ്ടോ അതോ? ചിത്രേ, എനിക്ക് ഓർമ്മയുണ്ട് നിൻ്റെ ചെറുപ്പത്തിൽ നീ കോളേജ് പഠിക്കുന്ന പ്രായത്തിൽ നീ വാശി പിടിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു ബൈക്ക് വേണമെന്ന്. ആൻഡ് ഭരതമാൻ അത് സമ്മതിച്ചും തന്നു നിൻ്റെ ആഗ്രഹത്തിന്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അതൊരു ഭയങ്കര റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു. എല്ലാവരും പെണ്ണുങ്ങൾ അപ്പോൾ ഒന്നും സ്കൂട്ടർ പോലും ഓടിക്കാത്ത സമയത്ത് നീ ബൈക്ക് ഓടിച്ച് നടക്കുമായിരുന്നു, അതും നാട്ടിൽ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണ്, ഇപ്പോഴും ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടും നിനക്ക് അങ്ങനെ വല്ല റെവല്യൂഷണറി ഐഡിയാസ് വരുന്നുണ്ടോ, നീ ചെയ്യുന്നുണ്ടോ, അതോ എന്താ ചെയ്യാൻ പോണേ? അതന്നെ. ഹായ് ചിത്ര ചേച്ചി, അമ്മു ചേച്ചി, ഓണാശംസകൾ. അമ്മയ്ക്ക് എന്തോ ചോദിക്കാനുണ്ട് ഇത്ര. അതെ, ചിത്രയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. നീ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ 18 വയസ്സായപ്പോൾ തന്നെ ലൈസൻസ് ഒക്കെ എടുത്തതല്ലേ, ഹെവി ലൈസൻസ് എടുത്തിട്ടുണ്ട് എന്ന് അറിയാമോ? അപ്പൊ ഇപ്പൊ നീ ലോങ് ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഇപ്പൊ നീ ചെയ്യാറില്ലേ? നിന്റെ ഡ്രൈവിങ് ഞങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ചെയ്യാറുണ്ടോ എന്നാണ് അറിയേണ്ടത്. എല്ലാവർക്കും തിരുവോണാശംസകൾ ഞങ്ങളുടെ അമ്പിളിമേമ്മ ഫാമിലിയുടെ. വണ്ടി ബോക്സർ ആയിരുന്നില്ലേ? ബോക്സർ സീറ്റി. അതെ അതെ അതെ. വണ്ടി എന്ന് പറയുമ്പോ അതെ അതെ ഹെവി ആയിരുന്നു. അതെ അതെ, മറ്റേത് കുറച്ചുകൂടി മെലിഞ്ഞതായിരുന്നു. അത് വണ്ടി എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ടേ, അതായത് അച്ഛന് ചേതക്ക് സ്കൂട്ടറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ
അന്ന് അതിൽ പോകുമ്പോൾ തന്നെ അച്ഛൻ എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ പാലക്കാടൊക്കെ പോവുക, ചില കാറിൽ കൂടെ അന്ന് റോട്ടിൽ കൂടെ പോകുമ്പോൾ അന്ന് ഇങ്ങനെ ഇത്ര അധികം നമുക്ക് കാറുകളൊന്നും ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല. അന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ പോവുക വെച്ചാൽ കുറേ നേരം കൂടുമ്പോൾ ഒരു കാറ് കാണുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് എപ്പോഴും ഓരോ കാറ് കാണുമ്പോഴും അച്ഛൻ പറഞ്ഞിരുന്നത് ഇന്ന കാറാണ്. അപ്പോൾ അന്ന് എപ്പോഴും കണ്ടിരുന്നത് മാരുതിയുടെ കുറച്ച് കാറുകൾ, പിന്നെ അതിൻ്റെ പുറമെ അംബാസഡർ, പ്രീമിയർ, പത്മിനി, അങ്ങനത്തെ കാറൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്ത്. ഞാനൊരു സ്കൂളിലൊക്കെ പഠിക്കും, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ സമയത്തൊക്കെ അങ്ങനത്തെ വണ്ടികൾ, പിന്നെ ജീപ്പ്, അങ്ങനത്തെ ലോറി, ബസ് അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അന്നൊന്നും അങ്ങനെ ആദ്യം അതങ്ങനെ ഒരു വണ്ടി ക്രേസ് ഒന്നും ആയിരുന്നില്ല. പിന്നെ ഇങ്ങനെ അച്ഛനിങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വണ്ടികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ബസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഇങ്ങനെ, അത് എൻ്റെ പൊട്ടത്തരായിരിക്കാം, പക്ഷേ എനിക്ക് ബസ് ഇങ്ങനെ നമ്മളിപ്പോൾ ഓരോ വണ്ടിയുടെ ഒരു ഫേസ് എന്ന് പറയില്ല, അപ്പോൾ നമ്മുടെ ഫേസ് പോലെ എനിക്ക് വണ്ടിയുടെ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയേറ്ററിൻ്റെ അവിടെ കുറേ ഇങ്ങനെ ഗ്രില്ല് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ വണ്ടിക്കും ഗ്രില്ലിന് ഓരോ ഷേപ്പാണ്. അപ്പോൾ ഞാൻ തന്നെ ഇമാജിൻ ചെയ്യണം, ചില ബസ്സിനെ കാണുമ്പോൾ അത് നമ്മളെ നോക്കി ചിരിക്കണ പോലെയാണ്, ചിലതിനൊരു ഗൗരവം പോലെയാണ്. അങ്ങനെയൊക്കെ എനിക്ക് തന്നെ എൻ്റെ തന്നെ മനസ്സിലോരോ ഇമാജിനേഷൻസ് ആയിരുന്നു. പിന്നെ അച്ഛന് ചേതക്ക് ആയിരുന്നു. അന്ന് ചേതക്ക് ഓടിക്കണതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല, അങ്ങനെ അത് നടക്കണ കാര്യമല്ല, അത് ഭയങ്കര വെയിറ്റുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലൈസൻസ് എടുക്കാനുള്ള സമയമായപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് അച്ഛൻ ബൈക്ക് വാങ്ങണേ. അപ്പോൾ ബൈക്ക് വാങ്ങാം, അപ്പോൾ ഏതെങ്കിലും ഒരു ബൈക്ക് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ പോയി. അപ്പോൾ സ്കൂട്ടർ വേണ്ട, ബൈക്ക് മതി എന്ന് ഞാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ നോക്കുമ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ അച്ഛൻ സാധാരണ സ്കൂൾ മാഷ, അപ്പോൾ നമുക്ക് വലിയ ബഡ്ജറ്റുള്ള വണ്ടികളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. പിന്നെ ലേണേഴ്സ് എടുത്തു, 16 ആയപ്പോൾ തന്നെ ലേണേഴ്സ് എടുത്തു. പിന്നെ 18 ആവണമല്ലോ മറ്റേത് കിട്ടണമെങ്കിൽ. അതെ, അപ്പോൾ അങ്ങനെ അതുവരെ. അപ്പോൾ എന്താ വെച്ചാൽ സാധാരണ എല്ലാവരും ഈ 8 ഇടുക, M80യിലാണ്. അതെനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ്. അപ്പോൾ M80 എളുപ്പമാണെന്നാണ് പറയണേ. അതായത് 8 ഇടണം, നമ്മൾ കാറിലാണെങ്കിൽ H ഇടണം, ബൈക്കിന് 8 ഇടണം. അപ്പോൾ അത് M80യിൽ എപ്പോഴും 8 ഇടാൻ എന്തോ എളുപ്പമാണെന്ന്. പക്ഷേ ഞാൻ ഈ ബോക്സറിൽ തന്നെ, ഞാൻ ഈ വണ്ടി തന്നെ ഓടിച്ച് ശീലമായതുകൊണ്ട് എനിക്കത് എളുപ്പമായിരുന്നു. എനിക്കത് പിന്നെ വണ്ടികളോട് എന്തോ പിന്നീട് അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം വന്നതാണ്. അത് ഗ്രാജുവലി അങ്ങനെ വന്നതാണ്. അങ്ങനെ എന്താ പറയുക, ബേബി ചേച്ചി പറഞ്ഞ പോലെ അതൊരു വിപ്ലവകരമായ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയൊന്നും ചെയ്തതല്ല. വണ്ടിയോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതേപോലെ ജീപ്പ് ഈ പറഞ്ഞ പോലെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തുള്ള ഒരു OP മാമ എന്ന് പറയും. OP മാമ അവർ ചെന്നൈയിലായിരുന്നു, അവിടുന്ന് താമസം മാറ്റി നാട്ടിലേക്ക് വന്നൊരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി. അപ്പോൾ അവർ വാങ്ങിയതാണ് ശരിക്കും ഈ ജീപ്പ്. അതിലാണ് ഞാൻ ഡ്രൈവിങ് പഠിക്കണത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഡ്രൈവിങ് പഠിപ്പിക്കുകയാണെങ്കിൽ ദേഷ്യം എന്ന് പറഞ്ഞാൽ, കാരണം ഇത് എന്താ വെച്ചാൽ അച്ഛന് കുറച്ചൊരു ഓർമ്മക്കുറവെന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്ക് കുറവല്ല, പക്ഷേ അച്ഛന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക, ക്ലച്ചായിരിക്കും ചവിട്ടാൻ ഉദ്ദേശിക്കണത്. പക്ഷേ അപ്പോൾ ബ്രേക്ക് ചവിട്ടുക എന്ന് പറയും. പക്ഷെ അച്ഛൻ ക്ലച്ചായിരിക്കും ഉദ്ദേശിക്കണത്. അപ്പം നമ്മളിത് അറിയാണ്ട് ക്ലച്ചിന് പകരം ബ്രേക്കിന് ചവിട്ടും. അപ്പോൾ ആകെ പ്രശ്നവും, ഓഫാവും വണ്ടി. അപ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നത് എന്നോട്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് പഠിക്കണ്ട ഇനി വണ്ടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചൊക്കെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടി പഠിച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങനെ, അതായത് ജീപ്പിൻ്റെ കഥ അതാണ്. ഒപ്പിയാമ്മയ്ക്ക് വേണ്ടി വാങ്ങിയ വണ്ടിയിലാണ് അത് പഠിക്കണേ. എനിക്ക് ഓർമ്മയുണ്ട്, ചേച്ചി വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുമായിരുന്നു. അതെ അതെന്താ വെച്ചാൽ പാലക്കാട്. പാലക്കാട് സാധാരണ ഒരു നാട്ടിൻപുറമാണ്. അന്ന് അവിടെ അങ്ങനെ ആരും ബൈക്ക് ഓടിക്കാൻ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു തന്നെയായിരുന്നു. അപ്പോൾ ഈ പറയണ പോലെ ഇപ്പോൾ ഈ സണ്ണിയുടെ കഥ പറയുമ്പോൾ ആദ്യമായിട്ട് അത് ഓടിക്കുമ്പോൾ കുറേ കുരുത്തക്കേടുകൾ അതിലുണ്ടായിട്ടുണ്ട്. ഈ സണ്ണി, ഞാനും ഓപ്പളും കൂടി, അതായത് എൻ്റെ ചേച്ചി ഓപ്പളും ഞാനും കൂടി തേങ്ങ ആട്ടാൻ ഒരു ചാക്ക് നിറച്ചും കൊപ്രയൊക്കെ ആയിട്ട് പോവുക. ഞങ്ങളുടെ വിചാരം ഇപ്പോൾ അത് വണ്ടിയാണല്ലോ, ഇത് വെയിറ്റ് ഇല്ല എന്നുള്ള ചിന്തയൊന്നും അന്നില്ല. അപ്പോൾ കൊപ്ര ആട്ടാൻ ഞാനും നല്ല തടിയുണ്ട്, ഓപ്പളും അന്ന് തടിയില്ല, പക്ഷേ ഞാൻ അന്ന് നല്ല തടിയുണ്ട്. അപ്പോൾ ഞാൻ എന്നെപ്പോലെ ഒരു ചാക്ക് കൊപ്ര, പിന്നെ അതിൻ്റെ പുറമെ ഓപ്പളം, ഇത് മൂന്നും കൂടി സണ്ണിയിൽ മുണ്ടൂരിൽ നിന്ന് വീട്ടിൽ നിന്ന് കയറി ഒരു കയറ്റം കയറിയ ഒരു ചെറിയ ഹമ്പുണ്ട്. ആ ഹമ്പ് ചാടിയോടുകൂടി വണ്ടി ബെൽറ്റ് അടിച്ച് പിന്നിലേക്ക്. അതാണ് അതിൻ്റെ ഓർമ്മ. പിന്നെ സണ്ണി അങ്ങനെ ഓപ്പളം ഓടിച്ചിരുന്ന വണ്ടി അതങ്ങനെ വിൽക്കണേ. അന്നത്തെ മറിയലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ വെച്ചാൽ അതിന് മൈലേജ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ അച്ഛനത് വിറ്റ് കളഞ്ഞു, മുതലാവില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞൊന്ന് ക്ഷീണിച്ചതല്ലേ, കുറച്ച് പായസം. അനൂസ് വെജ് ക്ലബിൻ്റെ ഞങ്ങൾ ഒന്നാന്തരം എന്താ പറയുക,
ഊണൊക്കെ കഴിഞ്ഞ് സദ്യവട്ടം, ഓണസദ്യ ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് മാമ്പഴ പുളിശ്ശേരി ഗംഭീരമായിരുന്നു. രണ്ടമ്മമാരും ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടിന്ന് അതുകൊണ്ട് മുഴുവൻ എന്റെ കൈയാണെന്ന് പറയുന്നില്ല, മുഴുവനല്ല, അതെ എന്തായാലും വന്നാൽ നമുക്കൊരു മടി വരുമല്ലോ. തീർച്ചയായിട്ടും അതെ, അപ്പോഴേ നമുക്ക് മടിക്കാൻ പറ്റുള്ളൂ, അതാണ് കാര്യം. ഇപ്പൊ നമ്മൾ അമ്മമാര് വരുമ്പോ വേണം, അതെ നമ്മളെല്ലാരും പണിയെടുക്കാതെ സുഖിക്കും. അപ്പൊ ഇനി നമുക്ക് ഇനി എന്താ അടുത്ത സർപ്രൈസ്? വേറൊരു വീഡിയോ കാണാം. മിശ്രചാപ്പ് താളാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. എൻ്റെ ഗുരുനാഥൻ പെരുന്ന ഹരികുമാർ സാറ് കുറച്ചു കാലമായിട്ട് ട്രൈ ചെയ്യണം എന്നെ ഒന്ന് താളം പഠിപ്പിക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ അനോസ് വെച്ച് ക്ലബിൽ അതിഥിയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ ചിത്ര അരുൺ ഈ മിശ്രചാപ്പ് താളത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ ഈണം പാട്ടുപാടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ ദേവേട്ടൻ അതിനോടുള്ളൊരു പാഷൻ കൊണ്ടാണ് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഈ ജോലി തിരക്കേണ്ട ഒരു മനുഷ്യൻ ചെയ്യണ കാര്യമില്ല. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതിനോട് അത്രയും ഒരു ആത്മാർത്ഥമായ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ദേവേട്ടൻ അങ്ങനെ ചെയ്യണതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ വീഡിയോസ് ഇങ്ങനെ ഇടുന്നത് കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ദേവേട്ട. ഇപ്പോൾ ദേവേട്ടൻ പറഞ്ഞ താളം മിശ്രചാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൃന്ദ ടീച്ചർ എൻ്റെ അമ്മയുടെ പോലെയാണ്. അപ്പോൾ ടീച്ചർ എന്നെ പഠിപ്പിച്ച, എനിക്ക് ഇന്നും ഓർമ്മയുള്ള ഒരു കീർത്തനമാണ് മിശ്രചാപ്പിൽ ഖരഹരപ്രിയ രാഗത്തിലുള്ള പക്കാല എന്നുള്ള കീർത്തനം. അപ്പോൾ കുറേ സ്റ്റേജിൽ ഞാനത് പാടിയിട്ടുണ്ട്. ഒരുമാതിരി എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയതും അന്നിങ്ങനെ ഈ പറഞ്ഞ പോലെ അത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ആ ഒരു കീർത്തനമാണ്. അപ്പോൾ ദേവേട്ടൻ പറയുമ്പോൾ ഞാൻ കുറച്ച് പാടാം അതിൻ്റെ. പക്കാല നീലബടി ഈ പക്കാല നീലബടി ഈ പക്കാല നീലബടി ഈ പക്കാല നീലബടി. അപ്പൊ ഇനി നമ്മൾ വീട്ടുകാരുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ചേച്ചിയുടെ കൂട്ടുകാരിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ. കൂട്ടുകാരൻ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. ചേച്ചി എനിക്കറിയാം ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് ചേച്ചി. അതെ, കൂട്ടുകാരെ എന്ന് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് ആദ്യം വരുന്ന ഒരു പേര് ശ്രീകലയാണ്. ശ്രീ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഒരു അതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കല്ല. അതെ, അങ്ങനെയൊക്കെ പറയാം. തന്നെയാണ് നിന്ന് പഠിച്ചിരുന്നത്. ഞങ്ങൾ 1.5 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ കോളേജിൽ ബൈക്കിൽ പോയി വന്നുകൊണ്ടിരുന്നത്. ഭയങ്കര, അതായത് എൻ്റെ മനസ്സറിയണ ഒരാളെന്നൊക്കെ പറയാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഓണമൊക്കെ ഗംഭീരമാണോ? എന്തായാലും ആദ്യമേ ഞങ്ങളുടെ എല്ലാവരുടെയും തിരുവോണാശംസകൾ. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അല്ലേ? നിർവചിക്കാൻ കഴിയാത്തതാണ്. അതതിൻ്റെ രീതിക്ക് അങ്ങനെ പോട്ടെ. പിന്നെ എന്താ, ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ മനസ്സിലുള്ള, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആത്മാർത്ഥ മിത്രം, എൻ്റെ ഉയിര്, അങ്ങനെ വേണം അവളെ വിശേഷിപ്പിക്കാൻ. എന്തായാലും അവൾ ഇത്രയും എന്താ പറയുക, ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തി കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള കപ്പാസിറ്റി നല്ല രീതിയിലുള്ളൊരു കുട്ടിയാണ് അവൾ.
എന്തായാലും അവൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. പിന്നെ നിന്നോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ മനസ്സിലോർക്കുമ്പോൾ നിനക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്താണ്? നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട്. കാരണം അച്ഛൻ്റെ പിറന്നാളിന് ആകെ ഒരു പിറന്നാളിനെ നമുക്ക് അച്ഛൻ്റെ ഇതിനങ്ങനെ കൂടാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും അതിപ്പോഴും നമ്മൾ അന്ന് രാത്രി പോയി, എന്താ പറയുക, രാത്രിയല്ല, ഏകദേശം ഒരു വൈകുന്നേരം ആ ഒരു സമയത്ത് എന്തായാലും പോയി അച്ഛന് വേണ്ടി കുറച്ച് ഇതൊക്കെ മേടിച്ച് അന്ന് നമ്മൾ ഗംഭീരാക്കിയിട്ടുണ്ടായിരുന്നു. അത് അച്ഛന് എപ്പോഴും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയും അച്ഛന് വേണ്ടി, അച്ഛനെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ ഒരു പാട്. ഓക്കെ? ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ ഉയർച്ചകളും ഉണ്ടാവട്ടെ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ തിരുവോണാശംസകൾ. ലവ് യു. അവൾ ഈ പറയണ പോലെ തന്നെയാണ്. അത് എങ്ങനെ അത് പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വർഷങ്ങളോളം ഉണ്ടാതിരുന്നാലും ആ ഒരു ബന്ധത്തിന് യാതൊരു കോട്ടവും തട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അവളെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ഓർമ്മയിൽ ഒതുക്കാൻ പറ്റില്ല. നല്ല ഓർമ്മകൾ കുറേ ഉണ്ട്, അതിൽ മോശം ഓരോ ഓർമ്മ ഞാൻ പറയും. അതായത് അത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അച്ഛനല്ലാണ്ട് എന്നെ വേറൊരാൾ തല്ലിയിട്ടില്ല. അത് പിന്നെ തല്ലിയ ഒരേ ഒരാൾ അവളാണ്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അത് വേറെ. അതല്ലാതെ വെള്ളിയാഴ്ചകളിൽ കൂടണം ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞാൻ, ശ്രീ, അതേപോലെ സരോജം, ഈ പറഞ്ഞ പോലെ മായ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് വരെയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അതിൻ്റെ ശേഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടില്ല, പക്ഷേ ഇന്നും ആ ബന്ധം അതേപോലെ തന്നെ പോകുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച നമുക്ക് 2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വെള്ളിയാഴ്ച ഞങ്ങൾ 4 ആളും കൂടിയാണ് ലഞ്ച് കഴിക്കുക. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അവനവൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കുക. പിന്നെ അത് പറഞ്ഞില്ലേ, പിന്റു ഒരാളും കൂടി ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കണ ഒരു ദിവസമാണ് അന്ന് വെള്ളിയാഴ്ച. അപ്പം അന്ന് എന്തോ പറഞ്ഞു, എനിക്കത് കാര്യമൊന്നും ഓർമ്മയില്ല. എന്തോ പറഞ്ഞ് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ചോറിൻ്റെ പാത്രം ഇങ്ങനെ ദേഷ്യം കൊണ്ട് തട്ടിത്തെറിക്കും. ആ അടി എനിക്ക് ആവശ്യമായിരുന്നു. ചോറിൻ്റെ പാത്രം കൈകൊണ്ട് ദേഷ്യം വന്ന് തട്ടിത്തെറിപ്പിച്ചു എന്തോ പറഞ്ഞിട്ട്. എന്തിനാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അത് പോയി താഴെ വീണതേ കണ്ടില്ല, എൻ്റെ ചെവി കൂടെ പൊന്നിച്ച പറഞ്ഞതേ. പിന്നെ ഞാൻ അവളെന്നെ ശരി ചെകിട്ടത്തെ അടിച്ചു എന്ന് പറയണ കേട്ട് ഞാൻ അന്നാണ്. അത്രയും ധൈര്യത്തോടു കൂടി തല്ലിയ ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് ശ്രീ. എന്നിട്ട് ഞാൻ തിരിച്ചൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവളെ എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ 4 പേരിലും ഒരാളുടെ വീഡിയോ കൂടി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. ഹാപ്പി ഓണം ചിത്രക്കുട്ടി. എടി, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്. ഞാൻ ഈ പത്രത്തിൽ പണിയെടുക്കുന്നുണ്ട്, കുറേ പേരുടെ സ്റ്റോറികളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സ്റ്റോറികളിലൊന്നാണ് നിന്നെക്കുറിച്ച് ഞാൻ എഴുതിയത്. ചിത്രഗീതം എന്നുള്ള തലക്കെട്ടിൽ എൻ്റെ ബൈലൈൻ ഉണ്ട് അതിൽ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഞാനിങ്ങനെ ഒരു ജോലിയിലെത്തുന്നു, നിന്നെക്കുറിച്ച് ഞാൻ എഴുതുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ സന്തോഷമുള്ള ഒരു ബൈലൈനാണ്. ഞാൻ എന്നും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ബൈലൈനുകളിൽ ഒന്നുകൂടിയാണ്. ഞാൻ നിന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല, നിനക്ക് അത് കണ്ടപ്പോഴുള്ള സന്തോഷമല്ല, അത് ഞാൻ എഴുതി എന്നുള്ളപ്പോൾ അന്നേരം നിന്നോട് ഇത് ചോദിച്ചിട്ടില്ല എന്താണ് നിനക്കത് കണ്ടിട്ട് തോന്നിയ ചിത്രം. ഞാൻ നിന്നെക്കുറിച്ച് എഴുതിയപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? ശരിക്കും നിനക്ക് എന്താ തോന്നിയത്? വേറെ ഒരെണ്ണം, ചിത്ര പാട്ടുകാരിയൊക്കെ ആവുന്നതിന് മുന്നേ, വളരെ മുന്നേ കേട്ടോ, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ നടക്കുമായിരുന്നു പുഴപ്പാലം വഴി ബസ് സ്റ്റോപ്പിലേക്കൊക്കെ നടക്കുന്ന സമയത്ത് ചിത്ര സ്ഥിരം പാടുന്ന ഒരു പാട്ടുണ്ട്. അപ്പം ഞാൻ ചിത്രയെ കളിയാക്കുമായിരുന്നു, ഈ ഒരു പാട്ടല്ലാണ്ട് നിനക്ക് വേറെ ഒരു പാട്ടും മര്യാദയ്ക്ക് പാടാൻ അറിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ചിത്രം ഇപ്പോൾ എത്രയോ 100-500 പാട്ടുകൾ അവൾ പാടി, സിനിമയിൽ പാടി. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇഷ്ടം അവൾ പാടിയ ആ പാട്ട് അത്രയും അസലായിട്ട് അവൾ പാടുമായിരുന്നു അന്ന്. ഞാൻ എന്നും കളിയാക്കണ ഒരു പാട്ടാണ് അവളെ. ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, അത് നിനക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടും കേട്ടോ. വലിയ ആളാവട്ടെ. ശരിക്കും എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കും, സരോജത്തിൻ്റെ KS ചിത്ര, അങ്ങനെ ആവട്ടെ നീ.
ആരോജു അവളീ പറഞ്ഞ മാതിരി ഞാൻ സ്ഥിരമായിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ 2-3 പാട്ട് എനിക്ക് ആകെ അറിയായിരുന്നുള്ളൂ. അന്ന് അറിയാമെന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ പാട്ട് പാടാനൊന്നും എനിക്ക് വലിയൊരു, ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് പഠിക്കുന്നു, അത്രേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നും സ്ഥിരമായിട്ട് ഈ പറയുന്ന പാട്ടുകളൊക്കെ തന്നെ പാടിയിരുന്നത്. പിന്നെ അതിലെനിക്ക് ഇപ്പോൾ ശ്രീ നേരത്തെ പറഞ്ഞു അച്ഛനും വേണ്ടിയിട്ട് വന്നാൽ, അപ്പോൾ എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഞാൻ 2 ഇതിനും കൂടി ഒരു പാട്ട് പാടാം. അച്ഛൻ്റെ ഒരു ഓർമ്മയിലെന്ന് പറയുമ്പോൾ ഞാനെന്നും അച്ഛൻ ശരിക്കും പാട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ നല്ലൊരു പാട്ടുകാരനാണ്. അതായത് നല്ല എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ട് പാടാൻ കഴിഞ്ഞിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാനെന്നും എൻ്റെ ഓർമ്മയിൽ കേട്ടിരുന്ന ഒരു പാട്ടാണ് മുത്തുമണി പളുങ്കു വെള്ളം കരയിലിൻ്റെ എനിക്ക് വരികളൊന്നും ഓർമ്മയില്ല. അച്ഛൻ എന്നും പാടി കേട്ടിരുന്ന ഒരു അച്ഛൻ ഇങ്ങനെ തൊടിയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ഒക്കെ അച്ഛൻ ഇങ്ങനെ, അത് വർത്തമാനം പറയുമ്പോൾ ഉള്ള ശബ്ദമല്ല അച്ഛന്, പാടുമ്പോൾ ഭയങ്കര സ്വീറ്റായിട്ടാണ് പാടിയിരുന്നത് ശരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് പേരുടെ എന്താ പറയാ ചോദ്യങ്ങളും ചേച്ചിയുടെ ഉത്തരമൊക്കെ കേട്ടില്ലേ? ഇനി കുറച്ചൊരു ചെറിയൊരു ബ്രേക്ക് ആവാം. എന്ന് പറഞ്ഞാൽ ഒരു ടൈം പാസ്, അല്ലെങ്കിൽ ചെറിയൊരു ടാസ്ക്, വലിയ ടാസ്ക് ഒന്നും അല്ല കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഉത്തരമാണ് പറയേണ്ടത്. ഈശ്വര, ആയിക്കോട്ടെ, റെഡി അല്ലേ? ശരി. ചേച്ചിക്ക് ഒരു ദിവസം മൊത്തം ഫ്രീ ആയിട്ട് കിട്ടുക വിചാരിക്കും. രാവിലെ മുതൽ രാത്രി വരെ ഒരു പണിയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എന്താണ് ചേച്ചി ചെയ്യാ? കുറേ നേരം ഫോൺ നോക്കും, കിടന്നുറങ്ങും. 3 നേരം ഭക്ഷണം കഴിക്കും. ഫുഡിയാണോ? അയ്യോ ആണല്ലോ, നല്ലോണാണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഭക്ഷണം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചോറ് തന്നെ ആയിരിക്കും പറയാൻ പറ്റുള്ളൂ. എത്ര കഴിച്ചാലും ചോറ് തന്നെയാണ്. ചോറ്, കടുമാങ്ങ, തൈര്, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എനിക്കറിയാം പണ്ട് ചേച്ചിക്ക് ഭയങ്കര വിജയ്, അതെ അതെ അതെ, ഭയങ്കര, അതെ 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 അതെ. നമ്മള് പണ്ട് ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ചേച്ചി തപ്പിത്തെറിഞ്ഞ് വിജയുടെ ഫോട്ടോസ് ഒക്കെ വാങ്ങി അതെ അതെ റൂമ് കണ്ട ഒരു മലയാളിയുടെ വീടാന്ന് തോന്നില്ല, ഏതോ തമിഴിന്റെ വീട് പോലെയൊക്കെ തോന്നിയിരുന്നു. അതെ, കംപ്ലീറ്റ് അലമാരുടെ മേലെ മുഴുവനും. അപ്പൊ അതേ പ്രാന്ത് ഇപ്പോഴും ഉണ്ടോ? അതേ പ്രാന്ത് ഇപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട്, നല്ലോണം പ്രാന്തുണ്ട്. പക്ഷെ ഇപ്പൊ വിജയ് മാത്രല്ല എന്ന് മാത്രം. ഇപ്പൊ എല്ലാരും ഇഷ്ടമാണ്. പുതിയ ദുൽഖറിനെ ഇഷ്ടമാണ്, ടോവിനോനെ ഇഷ്ടമാണ്, ഉണ്ണി മുകുന്ദനെ ഇഷ്ടമാണ്. അതേപോലെ ഹിന്ദി കുറവാണ് ഞാൻ കാണാൻ. എനിക്ക് ഹിന്ദി ആ ഒരു ശൈലിയോട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കര കുറവാണ്. എനിക്കത് ഭയങ്കര കുറവാണ് ഹിന്ദി കാണാൻ. തമിഴും മലയാളവും തന്നെയാണ് അധികവും കാണാറില്ല. തമിഴിൽ പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാൾ. അങ്ങനെ വിജയുടെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. പക്ഷെ വിജയുടെ ഈ പറയുന്ന പോലെ ഒരുപാട് പണ്ടത്തെ പോലെ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ, എണ്ണത്തിൽ കുറവാണല്ലോ. പക്ഷെ ഇറങ്ങണതെല്ലാം കാണാറുണ്ട്. പിന്നെ നമുക്ക് സന്തോഷവും സങ്കടവും രണ്ടും മാറി മാറി എപ്പോഴും വരും കാര്യങ്ങളാണല്ലോ. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഓരോ പാട്ടുകൾ ഏതായിരിക്കും പെട്ടെന്ന്? എനിക്ക് അങ്ങനെ സന്തോഷം വരുമ്പോൾ അങ്ങനെ കേൾക്കാനൊരു പാട്ട് അങ്ങനെ ഒരു ഇഷ്ടമില്ല സത്യം പറയാം. അങ്ങനെ സന്തോഷം എനിക്ക് എന്നെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരളവിൽ കൂടുതൽ സന്തോഷവും സങ്കടവും എന്നെ ഒരളവിൽ കൂടുതൽ ബാധിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ സങ്കടം വരുമ്പോൾ ആ സങ്കടത്തിൻ്റെ ഒരു അളവ് കൂട്ടണം എന്ന് തോന്നിയാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇത്ര 100% ഉണ്ടായിരുന്നു 200% ആയ പോലെ ഒരു ഫീല് തോന്നും. കുറച്ച് കരയും, അതോടുകൂടി എല്ലാം തീരും. അതെ അതെ അതെ, അത് കേൾക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് വിഷമമുള്ള സമയത്ത് ആ പാട്ട് കേട്ടാൽ ഭയങ്കരമായിട്ട് ആ വിഷമം കൂടും, വിങ്ങി പൊട്ടി പോവും. പിന്നെ പണ്ട് ഞാൻ കുട്ടിയാവുമ്പോ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് ചിത്രേച്ചിയും സുപ്രിയ ചേച്ചിയും കൂടി ഒരു സാ വെച്ചിട്ടൊരു ഭാഷയിൽ സംസാരിച്ചു. അതെ 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 പറഞ്ഞിരുന്നു. ആ ഭാഷയിൽ എന്നെ ഒരു ചീത്ത വിളിക്കും, സയേ സന്റെ സമ്മോ. അതായത് ഇപ്പം നമ്മൾ എൻ്റെ എന്നുള്ളതിന് പറയുമ്പോൾ ആ 2 അക്ഷരത്തിൻ്റെ മുന്നേ സാ ചേർക്കും. സാ എ സാ ൻ്റെ, അപ്പോൾ എൻ്റെ. അതെന്താന്ന് വെച്ചാൽ ഈ പറയണ പോലെയാണ്, ഇവളെ ചൊടിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ വിനോദം. അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും. ചീത്ത പറയണില്ലേ, പാവല്ലമ്മോ? മനസ്സിലാവില്ല, ആ ചീത്ത പറയണില്ല. സയേ സൻ്റെ സപ്പോ സന്നു ആ സമ്മോ, എൻ്റെ പൊന്നമ്മോ എന്നാണ് ആ പറഞ്ഞത്. ഇപ്പൊക്കെ മറന്നിട്ടില്ല, പക്ഷെ ഇപ്പൊ സ്ലോ ആയി. അന്നൊക്കെയാണെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ പറയുമായിരുന്നു. അതൊക്കെ ഇപ്പം ഇതൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ശരിക്കും. ഭയങ്കര
അതൊരു കാലാണ്. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം. ചേച്ചി ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, ഇതുവരെ ഓടിക്കാത്ത എന്നാ ഓടിക്കണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും വണ്ടി ഉണ്ടോ? പിന്നെ ഉണ്ട്. എനിക്ക് അന്നും ഇന്നും ഓടിക്കണം എന്ന ആഗ്രഹം തോന്നി. എനിക്ക് ലോറിയും ബസ്സും ഒക്കെ, ഞാൻ ബസ് ഓടിക്കണം എന്നുള്ളത് ഭയങ്കര, അപ്പം അന്നൊക്കെ ഡബിൾ ക്ലച്ച് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതറിയാം, ഇപ്പം അങ്ങനെ അല്ല എന്ന് പറയുന്നു. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ ഒരു ലോറി ഓടിച്ചു നോക്കണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അതേപോലെ ഒരു ബസ് ഓടിക്കണം എന്നുള്ളതൊരായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതലൊക്കെ ഇപ്പോഴും അതൊക്കെ പക്ഷേ ഇപ്പം എനിക്ക് കുറഞ്ഞു. ലോറി ഓടിക്കണം അങ്ങനത്തെ ഒന്നും ഇപ്പം അതൊന്നും ഇല്ല എൻ്റെ മനസ്സിൽ. പക്ഷേ ബുള്ളറ്റ് ഓടിക്കണം എന്നുള്ളതൊരാഗ്രഹം. ഇതുവരെ അങ്ങനെ ഒരു ബുള്ളറ്റ് കിട്ടിയിട്ടില്ല. ബുള്ളറ്റ് ഓടിക്കാൻ ഒരു ആഗ്രഹിച്ച അതുകൊണ്ട് തന്നെ സാധിപ്പിച്ചു തരാം. നമ്മുടെ മരുമകന്റെ വണ്ടി ബുള്ളറ്റ് ആണല്ലേ? അതൊന്നും ഇനി പാലക്കാട് പോകുമ്പോ മതി. അതെ, അതൊരാഗ്രഹമാണ്. ബുള്ളറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ബുള്ളറ്റില് ഒരു ദിവസം ചേച്ചിക്ക് ഫ്രീ ആയിട്ട് കിട്ടി, ഒന്നല്ലെങ്കിൽ ഒരാഴ്ച ഒറ്റയ്ക്ക് ഒരു ഡ്രൈവ് പോവാൻ തീരുമാനിക്കും വിചാരിക്കും, എവിടേക്കാ പോവാ? സെലക്ട് ചെയ്യണ പ്ലേസ് ഏതായിരിക്കും? അങ്ങനെ ഒറ്റയ്ക്ക് ഞാനൊരു ഡ്രൈവ് പോകാൻ സാധ്യത കുറവാണ്. അങ്ങനെ പറ്റുകയാണെങ്കിൽ ഇപ്പൊ എവിടേക്ക് പോകുന്നു ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം വാഗമണാണ്. എനിക്ക് ഭയങ്കര, അതായത് ഞാനൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ പറയണത്, ജയേന്ദ്രൻ സാറുടെ, അതെ അതാ ഞാൻ പറഞ്ഞത്. മറ്റേ ലിജു ഡോക്ടർ എന്ന് പറയുന്ന പുള്ളിയൊക്കെ വഴിയാണ് എനിക്ക്, അവരുടെ ഈ വർക്കിനാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോണേ. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്തതും അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് വാഗമണിൽ പോണേ. അത് അവിടേക്കാണ് പോവുക. അതെ, ആയിക്കോട്ടെ. ചേച്ചി ഒരുപാട് പേരുടെ കൂടെ ഡ്യുവറ്റ് പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതുവരെ ഡ്യുവറ്റ് പാടാത്ത എന്നാ പാടണമെന്ന് ആഗ്രഹമുള്ള ഒരു മെയിൽ സിംഗർ? ഇനിയിപ്പോൾ അത് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദാസാറായിരുന്നു അത്യാഗ്രഹമായിട്ട് മനസ്സിൽ ആലോചിച്ചിരുന്നത്. എന്താ വെച്ചാൽ അത് നടക്കില്ല എന്ന് വിചാരിച്ചൊരു സ്വപ്നമായിരുന്നു. കാരണം ദാസാറ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാം അതെ കേട്ടോ, ഞാൻ ദാസാറെ മാത്രം പറയണതല്ല. കാരണം പി ജയേന്ദ്രൻ സാർ എന്നൊരു വ്യക്തിയെ ഞാൻ കാണുമെന്നോ നേരിട്ട് മിണ്ടുമെന്നോ സാറുടെ കൂടെ ഒരു സ്റ്റേജിൽ പാടുന്ന, ഒരു ഫിലിമിൽ 2 പാട്ട് പാടുന്നൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഭാഗം നാളെ വൈകിട്ട് 3 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നാളെ വൈകിട്ട് 3 മണിക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.